ഒന്നും പറയാനില്ല ഗൈസ്, എല്ലാം നമ്മൾ പറയുന്നതാണ്. കൈ എന്ന ഡോക്ടറെ കാണിക്കാൻ പോവുകയാണ്. ഒരുപാട് പേര് അന്വേഷിച്ചതിൽ വളരെ സന്തോഷം. ഞങ്ങൾ പോവുകയാണ്. കാര്യമൊക്കെ പറയാം. കാര്യമൊന്നുമില്ല, അത്രേ ഉള്ളൂ. എന്നാലും പറഞ്ഞുതരാം. അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാം. ഞാൻ പറയുന്നത് ശരിയല്ല, അവൾ തന്നെ പറയും. അങ്ങനെ ഞാനും എൻ്റെ മൂത്തമോളും കൂടി 2 വീലറിൽ പോയപ്പോൾ ഒരു കാറ് വന്ന് തട്ടി. 4 റോഡായിരുന്നു. അങ്ങനെ തെറിച്ച് പോയി, തോളിടിച്ച് വീണ്. ഞാനും വീണ്, കുഞ്ഞും വീണ്. അങ്ങനെ വണ്ടി തട്ടി ഞങ്ങൾ തെറിച്ച് വീണ്. കുറേ പേര് വന്ന് പൊക്കിയെടുത്ത്. പിന്നെ അയാൾ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എക്സ്റേ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കൊട്ടിയത്തുള്ള ഹോളി ക്രോസിൽ പോയി. അവിടെ പോയപ്പോൾ അവർ മറ്റേ ബാഗ് ഇടാൻ തന്നു, ഒരാഴ്ച ഇടാൻ പറഞ്ഞു. പിന്നെ ഇപ്പം ഞങ്ങൾ അടുത്തുള്ളൊരു ഓർത്തോയെ കാണിക്കാൻ വന്നതാണ്. കൈ പൊക്കുമ്പോൾ നല്ല വേദന, ഒടിവില്ല, പക്ഷേ ചതവ് ഉണ്ട്. കുഞ്ഞിൻ്റെ കൈ, കുഞ്ഞു കൈ എക്സ്റേ എടുക്കാനിരിക്കാൻ എടുത്തു കഴിഞ്ഞു. വെയിറ്റ് ചെയ്യുക, റിസൾട്ടിന് വെയിറ്റ് ചെയ്യും. നിന്നെ കാണുന്നില്ല. പൊന്നൂനാണ് ഇപ്പം അതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് കേട്ടോ. കൊള്ളാം, അടിപൊളി. പൊന്നു ദീർഘമായി പഠിക്കുകയാണ് ഗൈസ്, തലതിരിച്ച് വെച്ച്. അവൾ പഠിച്ച ഇതിനകത്ത് ഇങ്ങനെ അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞേക്കുന്നത് ലിഗമെൻറ്റ് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് പെയിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തോ ഒരു ഒട്ടിപ്പൊക്കെ ഒട്ടിക്കണമെന്ന് പറഞ്ഞ്, ഇനി എവിടെ എന്തുവാണെന്നൊന്നും അറിയത്തില്ല ഗൈസ്. ഒരു 10 ദിവസവും കൂടെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കൊണ്ട് നടന്ന് ഒരു 10 ദിവസം നമുക്ക് 10 ദിവസം ഇല്ലെന്നോ നീ എന്നെ കളിച്ചോണ്ടിരിക്കണോ? അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിച്ച് വേദനയുടെ ടാബ്ലറ്റ് കൊടുത്ത് 10 ദിവസം കഴിഞ്ഞ് വരണം. സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ നമ്മുടെ അടുത്ത് കുറേ പേര് ചോദിച്ച് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച്. അപ്പം അവർ നമ്മൾ എന്താ പറയുന്നത്, ഇത് അവർക്ക് വേണ്ടി ഒരു വീഡിയോ കേട്ടോ. പിന്നെന്താ, എല്ലാവരും ശില്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പെട്ടെന്ന് സുഖമായി നമ്മളുടനെ ലൈവിലൊക്കെ വരും. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റ.